എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ലൂഫിയുടെ നിലവിളി അത് കേട്ട് റോബിന് ടെൻഷൻ കൂടി വരാനായിട്ട് തുടങ്ങും. വില്ലൻ ഏജന്റിന് അവന്റെ വിളി അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ലൂഫി ഉള്ളത് ആ കോർട്ട് ഹൗസിന്റെ മുകളിലാണെന്ന്. അവൻ ബൈനോക്കുലർ ഒക്കെ വെച്ച് ആ കോർട്ട് ഹൗസിലേക്ക് നോക്കും. അപ്പൊ അവൻ കാണും നമ്മുടെ ലൂഫി അവനവിടെ ക്യാഷ്വലായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ ഒരുപാട് സ്ട്രെങ്ത് ഒക്കെ എടുത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവനിപ്പോ നല്ല വിശപ്പാണ്. അപ്പോഴായിരിക്കും ലൂഫിക്ക് അവൻ ലാസ്റ്റ് ടൈം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനെ കുറിച്ച് ഓർമ്മ വരിക. അവൻ ട്രൗസറിന്റെ ഓരോ പോക്കറ്റിൽ നിന്നും ഇപ്പൊ ചിക്കനും മട്ടനൊക്കെ എടുത്ത് ആട്ടിച്ച് കയറ്റാൻ തുടങ്ങും. അതേസമയം ആ വില്ലൻ ഏജന്റ് അവൻ ഒരുപാട് ടെൻഷനായി ലൂഫിയെ തന്നെ നോക്കും. അപ്പോഴായിരിക്കും ആ വില്ലൻ മറ്റൊരു കാഴ്ച കാണുക. ലൂഫിയുടെ തൊട്ട് മുൻപിലായിട്ട് ആ ബ്ലൂ ആനോ അവൻ ഒരുപാട് അടികെട്ടി രക്തത്തിൽ കുളിച്ച് വീണ് കിടക്കുകയാണ്. വില്ലൻ ഏജന്റിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും ചെറിയൊരു പൊടിപ്പയ്യൻ ആ ബ്ലൂ ആനോയെ അവനെ തോൽപ്പിച്ചോ? അവനാണെങ്കിൽ ആ 6 പവർ ഉണ്ട്. മാത്രമല്ല ഡോർ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ, നല്ല പഞ്ചിങ് സ്റ്റൈല്, അയൺ ബോഡി എന്നിങ്ങനെ ഒരുപാട് പവറുകളൊക്കെ ഉണ്ട്. അവനെ എങ്ങനെ ഈ ചെക്കൻ തോൽപ്പിച്ചു? വില്ലൻ ഉടനെ ടെൻഷനായി അവന്റെ അസിസ്റ്റൻസിനോട് പറയും, നമ്മുടെ മുൻപില് ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് CP9 ടീംസിനെ ഇവിടേക്ക് കൊണ്ടുവരണം. ഞാൻ അവർക്ക് പുതിയൊരു ഓർഡർ കൊടുക്കാൻ പോവാണ്. ഈ സ്ട്രോ ഹാറ്റ് ലൂഫിയെയും അവന്റെ ടീംസിനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തുരത്തി ഓടിക്കണം. അത് കേൾക്കേണ്ട താമസം അവന്റെ അസിസ്റ്റൻസ് അവരൊക്കെ പറഞ്ഞ് CP9 ടീംസിനെ ലക്ഷ്യമാക്കി ഓടാനായിട്ട് ആരംഭിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഫ്രാങ്കി അവൻ റോബിനോട് പറയും, നിനക്ക് വേണ്ടിയാണ് അവരിവിടേക്ക് വന്നത്. നീ ഇപ്പൊ മനസ്സ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും. പിന്നെ ഒരിക്കലും നീ ഒരപകടത്തിലും വീടില്ല. സോ ദയവ് ചെയ്ത് നീ അവരോട് സഹകരിക്കണം. അവരുടെ കൂടെ നീയും കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് രക്ഷപ്പെടാം. ഫ്രാങ്കി ആണെങ്കിൽ ഒരുപാട് അവളെ നിർബന്ധിക്കുമെങ്കിലും റോബിൻ അവളാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനും ഇടാതെ അങ്ങനെ സിമ്പിളായിട്ടിരിക്കും. ഉടനെ ഫ്രാങ്കി പറയും, അവരുടെ ശ്രമം അത് പാഴാവാൻ ഞാൻ അനുവദിക്കില്ല. നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതേസമയം ഇവിടെ ആ വില്ലൻ ഏജന്റ് അവനാണെങ്കിൽ റോബിനെയും ഫ്രാങ്കയെയും അവരെ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് വഴി പുറത്തേക്ക് കടത്താനുള്ള വമ്പം പ്ലാനിങ്ങിലാണ്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ഫ്രാങ്കി ആണെങ്കിൽ ഒരുപാട് എയറൊക്കെ വലിച്ചു കയറ്റി വലിയൊരു ബോർഡ് പോലെ കിടക്കുകയാണ്. ഫ്രാങ്കി പറയും, ഏതായാലും ഞാൻ മരിക്കാൻ പോവാണ്. എന്റെ ബോഡിയിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻബിൽറ്റ് ബോംബാണിത്. ഇത് പൊട്ടിക്കുകയാണെങ്കിൽ ഞാനും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരും മരണപ്പെടും. അത് കേൾക്കേണ്ട താമസം ആ ഏജന്റ് വില്ലനും അവിടെ ഉണ്ടായിരുന്ന നേവി സോൾജിയേഴ്സും അവർ നോ എന്ന് അലറിക്കാറി അവിടുന്ന് ദൂരേക്ക് ഓടും. ഫ്രാങ്കിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. ഫ്രാങ്കി ഇപ്പോ റോബിനെ അവന്റെ കാല് വെച്ച് ചുരുട്ടിയെടുത്ത് അവൻ കൺട്രോൾ ചെയ്ത് വെച്ച ആ ഒരു ഗ്യാസ് അത് റിലീസ് ചെയ്ത് അതിന്റെ പവറിൽ അങ്ങനെ തെറിച്ചു പോവാണ്. റോബിനും ഫ്രാങ്കിയും ഇപ്പൊ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യും. ഉടനെ ആ സോൾജിയേഴ്സ് അവർക്ക് പിടികിട്ടും അവർ രണ്ടുപേരും ഇവരെ പറ്റിച്ചതാണെന്ന്. സോൾജിയേഴ്സ് ആ കാര്യം ഉടനെ ആ ഏജന്റ് വില്ലനെ അറിയിക്കും. അവൻ പറയും, എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണം. അവരെ മിസ്സായ പിന്നീട് ഒരിക്കലും അവരെ നമുക്ക് തിരികെ പിടിക്കാനാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയെ കാണിക്കും. അവരാണെങ്കിൽ റോബിനെയും ഫ്രാങ്കിയെയും കണ്ടു കഴിഞ്ഞു. ഫ്രാങ്കി ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആ സോൾജിയേഴ്സിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ അവരുടെ അടുത്തേക്ക് ഓടും. അതേസമയം ലൂഫി അവനവന്റെ കൈ നീട്ടി റോബിന്റെ അടുത്തേക്ക് ചാടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പക്ഷെ എന്താ, റോബിൻ ഇപ്പോഴും ഒന്നും മിണ്ടാതെ ഒരുപാട് പേടിയോടുകൂടെ അങ്ങനെ നിൽക്കും. ആ അടുത്ത നിമിഷം റോബിൻ അവള് നിലവിളിച്ച് പറയും, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നിന്നോട് എത്ര തവണ പറഞ്ഞു എന്നെ ഫോളോ ചെയ്ത് വരരുതെന്ന്, എന്നിട്ട് വീണ്ടും നീ അതന്നെ ചെയ്യാണോ? എന്നെ ആരും രക്ഷിക്കേണ്ട ആവശ്യമില്ല. ഈ വിധി അത് ഞാൻ തെരഞ്ഞെടുത്തതാണ്. എനിക്ക് മരിക്കണം, മരിച്ചേ പറ്റൂ. അതാണ് എന്റെ ലക്ഷ്യം. അത് കേട്ട് ഫ്രാങ്കി ആണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും. നിനക്ക് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്തത്. കുറച്ചെങ്കിലും മര്യാദ നിനക്ക് അവരോട് കാണിച്ചൂടെ? അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ CP9 മെമ്പേഴ്സ് അവിടേക്ക് വരും. അക്കു അവന്റെ കൈ ചുരുട്ടി ഫ്രാങ്കിയുടെ മുഖത്ത് ആഞ്ഞിടിക്കും. CP9 ടീമിനെ കാണുമ്പോൾ തന്നെ സ്പാങ്ടമിന് ആളുടെ ജീവൻ തിരികെ കിട്ടിയതുപോലാവും. CP9 ടീംസ് അവര് വമ്പം പോസിട്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത റോബിൻ അവൾക്കാണെങ്കിൽ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അങ്ങനെ നിൽക്കും. ഇവിടെ ആ ചീഫിന് ഇപ്പൊ CP9 ടീമിനെ കണ്ട് ഭയങ്കര സന്തോഷാവും. അതേസമയം നമ്മുടെ തവള അവനാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന സോൾജിയേഴ്സിനെ എല്ലാം തന്നെ എടുത്തിട്ട് പെരുമാറാണ്. അപ്പോഴാണ് വലിയൊരു ഗോളം അതങ്ങനെ വന്ന് ആ തവളയുടെ മുതുകില് ആഞ്ഞിട്ടിക്കുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ വില്ലന്മാരെ കാണിക്കും. ആചാനുബാഹുകളായ
3 പേര് അവരാണ് ഇപ്പൊ നമ്മുടെ തവളയെ അറ്റാക്ക് ചെയ്തത്. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ സ്ക്വയർ തലയുള്ള പെണ്ണുങ്ങള് അവരും ഇതുപോലുള്ള ആജാനുബാഹുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. നാമിയും ചോപ്പറും അവർക്ക് മുന്നിലും അതേ സൈസുള്ള 2 പേര് വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ 3 തലയുള്ളവൻ അവൻ പറയും ഇവിടേക്ക് വന്നവരെല്ലാവരും ഇല്ലീഗലായിട്ട് കടന്നു കൂടിയവരാണ്. സോ അവർക്കെല്ലാവർക്കും മരണശിക്ഷ അത് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കട്ട് ചെയ്ത ആ സ്ക്വയർ തലയുള്ള പെണ്ണുങ്ങള് അവർ 2 പേരും ചേർന്ന് ആ ലിവറിന്റെ തൊട്ടടുത്തെത്തി അത് വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും 2 വില്ലന്മാര് അവരാണെങ്കില് ആ ഗേൾസിന്റെ കാല് പിടിച്ച് വലിച്ച് അങ്ങനെ പുറകിലേക്ക് കൊണ്ടുവരും. ഉടനെ ആ ഗേൾസ് അവരിപ്പോ ഫ്രാങ്കി ടീമിനെ വിളിക്കും. അതിനുശേഷം അവരോട് പറയും എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ ലിവർ താഴ്ത്തി ആ ഗേറ്റ് ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ലൂഫിക്കും ടീമിനും അതിന്റെ അകത്തേക്ക് പോകാൻ കഴിയൂ. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ തവള അതിന്റെ ബോഡിയിൽ വീണ്ടും ആ അയൺ ബോള് അത് അറഞ്ചം അടിച്ച് ചോര തുളുമ്പി അങ്ങനെ വീണ് കിടക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ 6000 സോൾജിയേഴ്സ് ഇപ്പൊ അവിടേക്ക് പാഞ്ഞെത്തും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ഉസോപ്പ് അവൻ ആ 2 ജയന്റുമായിട്ട് ആ ഗേറ്റിന് മുൻപില് എത്തിക്കഴിഞ്ഞു. അവർ 2 പേരും മുഴുവൻ എനർജിയൊക്കെ എടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ സോറോ അവനാണെങ്കില് വഴിതെറ്റി ഏതൊക്കെയോ ഡോറൊക്കെ തുറന്ന് വട്ടം കറങ്ങി നടക്കുകയാണ്. ഞാനിപ്പോ എവിടുന്ന വന്നേ, എങ്ങോട്ടാ പോണ്ടേന്നൊക്കെ ചോദിച്ച് അവൻ വണ്ടടിച്ച് നിൽക്കും. അപ്പൊ തൊട്ടു മുകളിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കും. ഓ, ഞാൻ പോവേണ്ടത് അവിടേക്കാണെന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് ഓടും. ഇവിടെ ജയന്റുകളാണെങ്കില് ഗേറ്റിന് മുൻപിലുള്ള എല്ലാ സോൾജിയേഴ്സിനെയും അടിച്ചോടിക്കും. ഫ്രാങ്കി ടീംസ് അത്ഭുതപ്പെട്ട് ഇപ്പൊ നമ്മുടെ ഉസോപ്പിനോട് പറയും നിങ്ങൾ ശരിക്കും ഭയങ്കര ഗ്രേറ്റ് ആണ്. ഇത്രയും വലിയ ജയന്റ് മാൻ അവരെ പോലും നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ടീമാക്കി മാറ്റിയില്ലേ. അതിന് ഉസോപ്പ് പറയും ഇതൊക്കെ ഭയങ്കര സിമ്പിൾ അല്ലേ, ഇതിലൊന്നും വലിയ കാര്യമില്ല. ഇവിടെ മുകളിലാണെങ്കിൽ നമ്മുടെ CP9 ടീം അവരാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജബർ ചോദിക്കും ഞങ്ങൾ എല്ലാവരും ചേർന്ന് താഴേക്ക് പോട്ടെ, അവിടെ വെച്ച് തന്നെ ആ പൈററ്റ്സിനെ മുഴുവൻ തല്ലി ഓടിക്കാം. അതിനായി ഏജന്റ് പറയും അതിന്റെ ആവശ്യമില്ല, അവരിവിടേക്ക് വരണം. ഇവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തരും ചേർന്ന് അവരെ തല്ലിക്കൊല്ലുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായി മുകളിലേക്ക് തെറിച്ചു വരിക. നാമിയാണെങ്കിൽ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. ബാക്കിയുള്ള സോറയും സാഞ്ചിയും ചോപ്പറും അവർ ഓരോ ഭാഗത്ത് ഇടിച്ച് എവിടേക്കോ തെറിച്ചു വീഴും. ഇവിടെ ലൂഫി അവൻ റോബിനോട് പറയും എന്താണെങ്കിലും നിന്നെ ഞങ്ങൾ രക്ഷിക്കും. ഇനി നിനക്ക് മരിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് നിനക്കത് ചെയ്യാം, ഞങ്ങൾ നിന്നെ തടയില്ല. കട്ട് ചെയ്ത സാഞ്ചി അവൻ ഭയങ്കര പോസൊക്കെ കൊടുത്ത് സ്റ്റൈലായിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വേറൊരാള് അവിടേക്ക് പറന്നു വരിക. സാക്ഷാൽ സോഹെ കിങ് നമ്മുടെ ഉസോപ്പ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവളുടെ കാലിൽ വീണ് കെഞ്ചും ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ വായോ, ഞങ്ങളുടെ കൂടെ വന്നതിന് ശേഷം നിനക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കാം, മരിക്കണമെങ്കിൽ മരിക്കാം, പക്ഷെ ഇവരുടെ കയ്യിൽ നിന്നെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ അതിനെ അനുവദിക്കില്ല. അത് കേട്ട് ഇപ്പൊ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും റോബിനെ വിളിക്കാൻ തുടങ്ങും. റോബിനാണെങ്കിൽ അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പൊട്ടിക്കരയാണ്. അവളുടെ കണ്ണീര് അത് കാണുമ്പോ തന്നെ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും ഇനി റോബിൻ നമ്മുടെ ആൾക്കാരുടെ കൂടെ വരുമെന്ന്. ലൂഫി ഫുൾ പവറില് ഇനിയുള്ള കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.